നമസ്കാരം. പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ തകൃതിയായി തന്നെ അങ്ങ് നടക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ വിവാദങ്ങൾക്കും ഒട്ടും കുറവില്ല എന്ന് തന്നെ പറയാം. ഗവർണർ CV ആനന്ദ ബോസിനെതിരായ പീഡന പരാതി തൃണമൂൽ കോൺഗ്രസിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ അത്രയൊന്നും സന്തോഷിക്കേണ്ട എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന നിരവധി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ വോട്ട് BJPക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുവാൻ ചേരുകയാണ് കുമാർ സംയോഗി. പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചൂടിനപ്പുറം വിവാദങ്ങളും അരങ്ങ് തകർക്കുകയാണ്. ഗവർണർ CV ആനന്ദ ബോസിനെതിരായ ലൈംഗിക പീഡന പരാതി ആഘോഷമാക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് കടുത്ത മത്സരമാണ് നേരിടുന്നത്. തൃണമൂലിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഒരുപക്ഷെ BJP നേടിയേക്കാമെന്നാണ് പല അഭിപ്രായ സർവേകളും പറയുന്നത്. അങ്ങനെയായാൽ പശ്ചിമ ബംഗാളിൽ പതിറ്റാണ്ടുകളായി ഉറപ്പിച്ചിരിക്കുന്ന മമതയുടെ അധികാര കസേരയ്ക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ഇളക്കം തട്ടുമെന്നുറപ്പാണ്. തുടർഭരണം സൃഷ്ടിച്ച ഭരണവിരുദ്ധ വികാരം, സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ, ഏറ്റവും ഒടുവിലായി ബംഗാളിനെ പിടിച്ചുകുലുക്കിയ സന്ദേശ് ഖലി എന്നിവയെല്ലാം മമതയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. എന്നാൽ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസിനെതിരെ ഉയർന്ന ലൈംഗിക പീഡനാരോപണത്തെ ആയുധമാക്കുകയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്. രാജ്ഭവനിലെ ഒരു താൽക്കാലിക ജീവനക്കാരിയാണ് ഗവർണർക്കെതിരെ പരാതി നൽകിയത്. എന്നാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് രാജ്ഭവൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. ഭരണകക്ഷി തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്നും രാജ്ഭവൻ ആരോപിച്ചു. സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ ഗവർണറും സർക്കാരും മുഖാമുഖം വന്നിരുന്നു. സന്ദേശ് ഖലി വിഷയത്തിൽ പ്രതിയായ ഷാജഹാൻ ഷെയ്ഖിനെ സംരക്ഷിക്കുന്നതിനെതിരെ ഗവർണർ സർക്കാരിന് അന്ന് അന്ത്യശാസനവും നൽകിയിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതിക്കെതിരെയും ഗവർണർ സ്വീകരിച്ച നിലപാടുകൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആരോപണം തനിക്കെതിരായ രാഷ്ട്രീയ നീക്കമാണെന്ന് ഗവർണർ വ്യക്തമാക്കുന്നു. ഈ നിലപാടിനെ ശരിവയ്ക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. ഗവർണർക്കെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ ഭരണകക്ഷിയുമായിട്ടുള്ള ബന്ധം പുറത്തുവരികയാണ്. ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ മാതാവ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിഴക്കൻ മിഡ്നാപൂർ ജില്ലയിലെ ഒരു വാർഡിൽ നിന്നും 2002 തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചിട്ടുണ്ടെന്നും കുടുംബത്തിന് പാർട്ടിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും ആരോപിച്ച് BJPയും CPMും കോൺഗ്രസും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഗവർണർക്കെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ സ്വദേശം കിഴക്കൻ മിഡ്നാപൂർ ജില്ലയിലാണ്. 2024 ഏപ്രിൽ 19നും 24നും ഗവർണർ തന്നോട് മോശമായി പെരുമാറിയെന്നാണ് പരാതി നൽകിയിട്ടുള്ളത്. രാജ്ഭവനുള്ളിലെ തന്നെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റിലാണ് പരാതി നൽകിയത്. തുടർന്ന് സർക്കാർ അന്വേഷണം ആരംഭിച്ചിരുന്നു. രാജ്ഭവൻ ജീവനക്കാരെ ചോദ്യം ചെയ്യാനും CCTV ദൃശ്യങ്ങൾ പിടിച്ചെടുക്കാനും ശ്രമമുണ്ടായി. എന്നാൽ ഗവർണർ എന്ന ഭരണഘടനാ പദവി വഹിക്കുന്ന തന്നെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി അപമാനിക്കാൻ ശ്രമിക്കുകയാണ് സർക്കാർ എന്ന നിലപാടിലായിരുന്നു സംസ്ഥാന ഗവർണർ. രാജ്ഭവനിലെ ജീവനക്കാർ ആരും തന്നെ മൊഴി നൽകാൻ എത്തിയില്ല. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കൈമാറാനുള്ള പോലീസിന്റെ നിർദ്ദേശം രാജ്ഭവൻ തള്ളി. സംസ്ഥാനത്ത് ഗവർണറും സർക്കാരും ഒരു അസാധാരണമായ രീതിയിൽ മുഖാമുഖം നിൽക്കുകയാണിപ്പോൾ. എന്നാൽ ഭരണഘടനയുടെ 361 വകുപ്പ് അനുസരിച്ച് ഗവർണർക്കെതിരെ ഇത്തരം നടപടികൾ എടുക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. പക്ഷേ രാഷ്ട്രീയ പകപോക്കലിനും തെരഞ്ഞെടുപ്പ് വിജയത്തിനുമായി ബംഗാൾ സർക്കാർ ഗവർണർക്കെതിരെ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ് എന്ന വാദത്തിന് മുൻതൂക്കം നൽകുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് കുമാർ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് BJPക്കെതിരെ ആയുധമാക്കുന്ന പീഡന പരാതിയിൽ ഒരു കഴമ്പുമില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തായാലും ബംഗാൾ ഗവർണർക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളിൽ ട്വിസ്റ്റ് തന്നെയാണ് പുറത്തു വരുന്നത്. വെബ് ഡെസ്ക് തത്മൈ TV.